വെൽക്കം ബാക്ക് ടു സി ഫാമിലി അസ്ലാൻ അത് തന്നെ ഗൈസ് ഇതൊരു കാര്യമായ വ്ളോഗ് ആയിട്ടാണ് വന്നത്. വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാവലിംഗ് വ്ളോഗാണ് ഗൈസ്. അപ്പൊ നമ്മള് സുബിക്ക് എണിച്ച് പോവാണ്. ആഫ്റ്റർ ലോങ് ടൈമാണ് ഞാൻ സുബിക്കനെ എണിക്കുന്നത്. ദുബൈന്ന് പോലും ഞാൻ സുബിക്ക് 7 മണിയായിട്ടുണ്ട്. കുറച്ച് വെളിച്ചോലം വന്ന് അതുകൊണ്ട് അവന്റെ മുഖം കാണിച്ചത് എന്റെ സൗന്ദര്യം ഗൈസ്. അപ്പൊ ഈടെ നമ്മൾ നീലേശ്വരത്തിനാകുമ്പോ അതിന്റെ ബാക്ക് സ്റ്റോറിയിൽ ആദ്യം നമ്മള് പറയാണ്. നമ്മള് അല്ലാതെ ആദ്യം ഡിസ്ട്രിക്റ്റിലെത്തിയ കുറച്ച് തള്ളലും അതൊക്കെ കേട്ടോണ്ട് ആമിൽ ഗോയിങ് വിത്ത് ദ ട്രെൻഡ്. അപ്പം എന്താ പറയാ, ആദ്യം വേറെന്തെങ്കിലും പറയണ്ട. ആദ്യം സത്യം പറയാൻ ആദ്യം ഡിസ്ട്രിക്റ്റിലെല്ലാം പോയിട്ട് നമുക്ക് പൊരയില് ട്രോഫീസ് വെക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് നമ്മ വേറൊരു പൊരടുത്ത് എങ്ങനെയെന്ന് വിചാരിക്കുന്നു ആദ്യം ട്രോഫി വെക്കാൻ തന്നെ. അല്ലാതെ പ്യുവർ വെജ് റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും വെജ് വേണമെന്ന് പറയുമ്പോൾ മസാല ദോശയും പൂരിയും. അപ്പം പോകുമ്പോൾ കണ്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. ഇതിന് ടേസ്റ്റ് എല്ലാം നോക്കിയിട്ട് പോയി പറയണം. ഗൈസ് ആണ് നല്ല മസാല ദോശ, ഓരോ ഫുള്ള് പൂരി അടിക്കുന്നുള്ളത്. ആടൊരു മസാല ദോശ ഉണ്ട്. യോന് നെയ് റോസ്റ്റ് മെയിൻ മസാല ദോശൻ്റെ ഇതടിക്കുന്നുണ്ട്. അപ്പം എനിക്ക് മസാല ദോശൻ്റെ മെയിൻ കൂടെ നല്ല ചായ വന്നിട്ടുണ്ട്. വേറെ പ്ലേറ്റ് ഇങ്ങനെ അപ്പൊ ഒന്നും പറയാൻ അടിപൊളി ഫുഡാണ്. അങ്ങനെ നമ്മ കൊയിലാണ്ടി കഴിഞ്ഞ് ഏതൊരു സ്ഥലത്തേക്ക് എത്തി. വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടാ. സത്യം പറഞ്ഞാൽ ഭയങ്കര ഷോക്കായിരുന്നു ട്രിപ്പ്. ഞാൻ നല്ലോണം ഉറങ്ങി. പിന്നെ നമ്മ ഇപ്പം ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ ഓയിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഇവിടെ പത്ത് നിർത്തിയിട്ട് വാഷ്റൂം പോകണ്ടേന് എത്ര ടൈം വെയിറ്റ് ആക്കിയെന്നറിയും. ഗൈസ് ആണ് നമ്മൾ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. കോഴിക്കോട് നമ്മൾ കോഴിക്കോടല്ല ഗൈസ് നമ്മളെ ഡെസ്റ്റിനേഷൻ. അല്ല അമിൽ, നമ്മളെ ഡെസ്റ്റിനേഷൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. സാമിന്റെ ജോലൈന് ഷാർപ്പാണ്, തൊട്ട കൈ മുറിയും ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് എവിടെയാണ് പാത്തുമ്മ? മലപ്പുറാണ് ഗൈസ്. അപ്പൊ മലപ്പുറത്ത് മെയിൻ ആയിട്ട് പോകാനുള്ള കാരണം നമ്മളെ ഷാഫി ബ്രോ മലപ്പുറത്താണ്. അപ്പം അങ്ങനെയെല്ലാം മീറ്റ് ആയിട്ട് പിന്നെ മലപ്പുറത്തെല്ലാം വന്നിട്ട് കുറേ ആയി. മലപ്പുറത്ത് വരണമെന്നുണ്ട് അതിൻ്റെ നാട്ടിൽ വന്നിട്ട്. അപ്പം എന്തായാലും മലപ്പുറം ഇനി 2-3 ദിവസം മലപ്പുറത്ത് ഫുള്ള് കറക്കാണ്. അല്ലാത്തുമാ വൈബാണ് അതിന് മലപ്പുറത്ത്. നമ്മൾ ഷാഫി ബ്രോന്റെ പെർക്കെത്തിയിട്ടുണ്ട്. ഷാഫി ബ്രോന്റെ ബ്രദറാണ്. അതാ ഫുഡ് കഴിക്കാണ്. ലഞ്ച് ഷാഫി ബ്രോന്റെ നമ്മ മലപ്പുറത്തെത്തി ഷാഫി ബ്രോന്റെ അവിടെ പോയിട്ട് ലഞ്ച് കഴിച്ച് എന്നിട്ട് നേരെ അമ്മ ഒരു റൂം എടുത്ത് എന്നിട്ട് അവിടെ കിടന്നുറങ്ങി. ഞാൻ കിടന്നുറങ്ങിയിട്ടാ, പാത്തും കിടന്നുറങ്ങിയിട്ടാ, പപ്പയാണ് കിടന്നുറങ്ങിയത്. അപ്പൊ ഇപ്പൊ നമ്മ പോകുന്നത് മലപ്പുറം ടൗൺ എന്ന് പറഞ്ഞ സ്ഥലം എടുക്കുന്നേ പെരിന്തൽമണ്ണയിലേക്കാണ് നമ്മ പോകുന്നത്. മണ്ടല്ല, പെരിന്തൽമണ്ണ. അപ്പം ആടത്തേക്ക് പോയിട്ട് അവിടെ കാണണമെന്നുണ്ട്. ഗൈസ് ആണ് മലപ്പുറം പെരിന്തൽമണ്ണ മറ്റേ ഫുൾ ടൗണാണ്. ടൗൺ എന്ന് പറയുമ്പോൾ ഒരു ഏരിയ. പെരിന്തൽമണ്ണ ഫുൾ ഏരിയൻ്റെ ഒരു സൈഡിലാണുള്ളത്. അപ്പം നമ്മൾ വെറുതെ ഒന്ന് കീഴിൻ്റെ ഉള്ളിൽ നോക്കാലിച്ച് വന്നതാണ്. എന്താണ് പറയാനുള്ളത്? അപ്പം മലപ്പുറം പെരിന്തൽമണ്ണ എത്തിയിട്ട് 1 മിനിറ്റ് എത്ര ഫുള്ള് കറങ്ങി കാണാണ് ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ ഇപ്പോൾ മലപ്പുറം പെരിന്തൽമണ്ണയിലുള്ള പിസാറിക്കോട്ടാൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ പിസ്സ എത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് വേറെ ഫുള്ളായി. ഇപ്പൊ മൗസി നല്ല അടിച്ചല്ലാത്തോ, മൗസി നല്ലൊരു ചെറിയ ആവിൽമിക്ക് അടിച്ച് നേരെ റൂമിലേക്കാണ് അമ്മ പോകുന്നത്. അപ്പൊ പോകുമ്പോ ഒരു ഷോപ്പ് ഉണ്ട്. മാമി അറിഞ്ഞു ഇവിടെ നല്ല ഷൂസിന്റെ കളക്ഷൻ ഉണ്ടാണ്. അപ്പൊ ആദ്യം അറിഞ്ഞു അതിൽ ഈസി. അത് ദുബൈയില് മുംബൈയില് നമുക്ക് കിട്ടുന്ന ഐറ്റംസ് ആണല്ലോ. ദുബൈ മുംബൈ ഇറങ്ങിയ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇന്നൊരു ചെറിയ വീഡിയോ ആയിരുന്നു, മലപ്പുറം എത്തിയ വീഡിയോ. ഇനി മലപ്പുറത്ത് നാളെ കറങ്ങുന്ന വീഡിയോ എല്ലാം വരുന്നുണ്ട്. അപ്പൊ സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പൊ ബൈ.